ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലിട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇത് കളയാൻ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇത് നന്നായി യൂസ് ചെയ്ത് ചളുങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കളയാൻ വേണ്ടി ഇട്ടിരുന്നതാണ്. പക്ഷേ ഇത് വെച്ച് നമുക്കിന്നൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാം. അതും പെയിൻ്റ് ഇല്ലാതെ തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് ഭാഗം ഒന്ന് താഴ്ത്ത് ഇത്രയും മതിയാവും. അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാം. ഇതിന് പകരം ചെറുതോ വലുതോ ഏത് ബോട്ടിൽ പ്ലാസ്റ്റിക്കും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക്. ഇതെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കത്തിയിൽ ചെറുതായിട്ടൊന്ന് ചൂട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ബ്ലേഡല്ല, കട്ടർ വെച്ചിട്ട് അങ്ങനത്തെ എന്തെങ്കിലും നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ റോപ്പ്, അതായത് കയറ് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ജൂട്ട് ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം, വൈറ്റ് ത്രെഡ്, വൂളൻ ത്രെഡ്, ഏതാണോ കയ്യിലിരിക്കുന്നത് അതെടുക്കാം. പക്ഷേ ഈ വൈറ്റ് ത്രെഡും ജൂട്ട് ത്രെഡും ഒക്കെ ഇത്തിരി കട്ടി കുറവായിരിക്കും. അപ്പോൾ കുറച്ച് നന്നായിട്ട് ചുറ്റേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു റോപ്പാണ് ചുറ്റാൻ പോണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയൽ സെക്കൻഡ് പാർട്ട് കാണിച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണിത്. 80 രൂപയാണ്. ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചുറ്റുവാണ്. നല്ല കട്ടിയിലാട്ടോ. ഒരു 3 ത്രെഡ് ഒരുമിച്ച് ചുറ്റിയായിട്ടുള്ള കട്ടിയിൽ, ആ ഒരു കട്ടിയിലാണ് ഈ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടിൽ മൊത്തം ചുറ്റിയെടുക്കാം. അപ്പോൾ നല്ല കട്ടിക്കഥ ഇരിപ്പുണ്ട്. ശരിക്കും പ്ലാസ്റ്റിക് അറിയില്ല കേട്ടോ. ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ കൈപ്പിടിയിൽ പ്ലാസ്റ്റിക് അറിയത്തേയില്ല. ശരിക്കും ആ കയറിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ട്, അതാണ് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. ഇതിനുള്ളിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണെന്നുള്ള കാര്യം അറിയത്തേയില്ല. അതാണ് ഈ റോപ്പിൻ്റെ ഒരു പ്രത്യേകതയും തോന്നും. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു മൊത്തത്തിൽ. അപ്പോൾ ഇതേ നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് ഇത്രയും മതിയെങ്കിൽ അത്രയും മതിയാവും. നല്ല ഭംഗിയാണ്. കുറച്ചൊന്ന് ഭംഗിയാക്കി വെച്ചാൽ മതി. എന്നാലും നമ്മൾ കുറച്ച് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കയറ് വെച്ച് തന്നെ ഇങ്ങനെ സൈഡിൽ അതിൻ്റെ കാത് പിടിപ്പിക്കുക എന്നൊക്കെ പറയും. അത് അങ്ങനെ പറയും. ശരിക്കും ഇങ്ങനെ കൈ പിടിക്കാൻ വേണ്ടി 2 സാധനം, അതാണ് സാധനം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റോപ്പ് പെട്ടെന്ന് തളർന്നു പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ 3 കയറെടുത്തിട്ട് ഈ 3 എണ്ണം വെച്ച് മൊത്തം 6 എണ്ണം എടുത്തിട്ട് നമ്മൾ പിന്നി ഇടാന്ന് പറയും, നമ്മുടെ തലമുടിയൊക്കെ പിന്നില്ലേ, അതുപോലെ നമുക്ക് പിന്നി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കയറ് 3 എണ്ണം നല്ല കട്ടി ഉണ്ടായതുകൊണ്ട് 3 എണ്ണം ഒരുമിച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഗ്ലൂഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ആദ്യം. അപ്പോൾ കൂടുതലായിട്ട് പിന്നി എടുക്കാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നീട് പിന്നാം. അപ്പോൾ പെട്ടെന്ന് പിന്നി എടുക്കുമ്പോൾ അപ്പോൾ ഊരിപ്പോയില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എളുപ്പമാണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അത് കാണുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ പിന്നി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതും അതുപോലെ പിന്നി എടുക്കുക. പിന്നി എടുത്തിട്ട് നമ്മൾ 2 സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൈ പിടിക്കാനായിട്ട് ബാസ്ക്കറ്റൊക്കെ ചെയ്യില്ലേ, അതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഗ്ലൂ ഗൺ ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ, ചെറിയ ത്രെഡൊക്കെ, കട്ടി കുറഞ്ഞ ത്രെഡാണെങ്കിൽ ഫെവിക്കോളിൽ ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു. കണ്ടോ, ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഈ റോപ്പില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് ത്രെഡോ ജൂട്ട് ത്രെഡോ ഏത് വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ ചുറ്റണം, എടുക്കണം, പിന്നുമ്പോൾ അതുപോലെ പിന്നണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഭംഗിയാക്കാൻ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലവർ വയ്ക്കാം, അതുപോലെ തന്നെ റിബൺ ചുറ്റാം. എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗിയാക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ, മുത്തുകൾ പിടിപ്പിക്കാം, സ്റ്റോൺസ് പിടിപ്പിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കളർ ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ ഇതുപോലൊരു പെൻ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, കളർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്. അതൊരു ലേസാണ്. ഇത് ഞാൻ ഒരു 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ, അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത് വാങ്ങിച്ചത്. അപ്പോൾ 1 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് 10 രൂപയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഉടുപ്പിലുള്ള ലേസ് ആയാലും മതി കേട്ടോ. നമ്മൾ കളയാനൊക്കെ ഇട്ടിരുന്ന ഉടുപ്പിലൊക്കെ ചിലപ്പോൾ ലേസോ സ്റ്റോണോ ബട്ടൺസോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് സാധനം വെച്ച് നമുക്ക് ഭംഗിയാക്കാം. അപ്പോൾ ലേസ് ഞാൻ പിടിപ്പിക്കുകയാണ്. ഒന്ന് ചുറ്റി 2 ലെയർ പിടിപ്പിച്ചിട്ടുണ്ട്. 2 ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുത്തുകൾ വെച്ച് പിടിപ്പിക്കാം. ആ ലേസിൻ്റെ മുകളിലായിട്ട് മുത്തുകൾ വെച്ച് പിടിപ്പിക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഭംഗിയാക്കാം.
എളുപ്പമാണ് ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി കളയാതെ വെക്കുക. ഇതുപോലെ ചെറുതായാലും വലുതായാലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് തന്നെ വേണമെന്നില്ല, കൈയൊക്കെ ഈ ഒരു കൈ പിടിക്കാനുള്ള സാധനം വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ചുറ്റിയാൽ തന്നെ നല്ല ഭംഗിയാക്കി വെക്കാൻ പറ്റും. ഇതിൽ പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, കിച്ചണിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ചെടി വെക്കാം, അതിൻ്റെ പോട്ട് ഇറക്കി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ്. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കളയാറ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം മതി ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.